എങ്ങനെയുണ്ട് കൊള്ളാമല്ലോ. ചോക്ലേറ്റ്സ് ഒക്കെ പപ്പ കൊണ്ടുവരുന്ന ടൈമിൽ ആ ചോക്ലേറ്റ്സിൻ്റെ ടിന്നുകൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട്, ശരിക്കും പറയാനാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുത്ത് കാണും. എനിക്ക് ചേരുമോ വലിയ കമ്മൽ? ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജ്വല്ലറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിനൊരു റീസൺ, കുറേ നാളായിട്ട്, അതായത് ഇതിന് പണ്ട് തൊട്ടുള്ള എൻ്റെ കളക്ഷൻസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പലതായിട്ടൊക്കെ അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈയിടെ എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഫാൻസി കട അത് അടച്ചു, അതായത് പൂട്ടി. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ആളുകളൊക്കെ എന്താ ഓർണമെൻറ്റ്സൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ട് പോയത്. അപ്പം എൻ്റെ മനസ്സിൽ ഇതാണ്ട് ഈ ഒരു സാധനം കുറേ നാളായിട്ട് വാങ്ങണം എന്നുണ്ട്, പക്ഷെ നമുക്കിത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പം ഇത് ഞാൻ അവിടെ നിന്ന് തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടല്ല, കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കണമായിരുന്നു, ഫുൾ എമൗണ്ട് വേണ്ടായിരുന്നു. അങ്ങനെ എന്തോ 250 രൂപയ്ക്ക് എന്തോ എനിക്ക് ഈ ഒരു ഐറ്റം കിട്ടി. അപ്പം അന്ന് തൊട്ടേ എൻ്റെ ഈ മാല, കമ്മൽ, വള ഇതൊക്കെ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. കണ്ടോ, ഇതൊക്കെ എൻ്റെ വളകളാണ് കേട്ടോ, പഴയ വളകളാണ്. ഇതൊക്കെ നമ്മുടെ ഹാങ്ങറിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേയൊക്കെ ചീത്തയായി, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. എനിക്കിതെല്ലാം ഇങ്ങനെ വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഓർണമെൻറ്റ്സ് ഒന്നും അധികം ഉപയോഗിക്കുന്ന ആളല്ല, പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതേ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെക്കും, എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടു, ഇതിനകത്തെല്ലാം ജിമിക്കി അങ്ങനത്തെ കുറേ വലിയ കമ്മലുകളുണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സിനകത്തും അത്യാവശ്യം കുറേ കമ്മലുകളുണ്ട്. പിന്നെ കുറച്ച് കുപ്പിവളകളുണ്ട്, കണ്ടോ, കുപ്പിവള ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇത് കൂടുതലുണ്ടായിരുന്നു. എല്ലാം നമ്മളങ്ങനെ നോക്കാതൊക്കെ എടുത്ത് എല്ലാം അങ്ങ് ചീത്തയായിപ്പോയി. അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. ഇതിനകത്തേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കമ്മലുകളൊക്കെ വെക്കാനായിട്ടുള്ള കേട്ടോ ഈ ഒരു സെക്ഷൻ. ഇവിടെ വളയൊക്കെ ഇടാനായിട്ടുള്ളതാണ്. ഇത് കമ്മലാണ്. ഇത് മാല ഇടാൻ, ഇവിടത്തെ കൊളുത്ത് ചെറുതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് മാല ഇടാനുള്ളതാണ്. മാലയൊന്നുമില്ല, മാലയൊക്കെ ഉണ്ടായിരുന്നെല്ലാം പോയി. അപ്പോൾ നമുക്ക് ആദ്യം വള ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, അപ്പം വളയ്ക്ക് ആദ്യം എന്താ പറയുക, ഈ കുപ്പിവളയുണ്ട്. കുപ്പിവള നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിപ്പം എന്താ ഈ ഒരു പണി ഇപ്പം വെറുതെ ഇരിക്കുന്നതുകൊണ്ടാട്ടോ ഇത് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനൊന്നുമുള്ള ടൈം എനിക്ക് കിട്ടാറേ ഇല്ല. മാത്രമല്ല റാമൂട്ടിനിപ്പോൾ ഉറങ്ങുവാണ്, റാമൂട്ടിന് ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ഒരു സിൽവർ അല്ല, ഒരു ഗോൾഡ് ടൈപ്പിലെ ഒരു വളയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം മിക്സായി കിടക്കുക. ചിലവർക്കൊക്കെ ഇത് ഭയങ്കര ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, നന്നായിട്ട്. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ടിതാ ഇങ്ങനെ നമുക്ക് ഇതിനകത്തെ ഈ ഒരു എന്താ പറയുക സ്റ്റാൻഡ് പോലൊരു സംഭവം നമുക്കിങ്ങനെ എടുക്കാം. എടുത്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമല്ലേ? ഇത് നമുക്ക് ആദ്യം വെച്ചെടുക്കാം. ഇതെല്ലാം കൂടെ കയറില്ല കേട്ടോ, കുറച്ചിന് മാറ്റാം. ഇതെല്ലാം കൂടി ഇതിൽ ഇരിക്കുമെന്നും അറിഞ്ഞുകൂടാ, എന്നാലും നോക്കാം. നമുക്കിനി അടുത്ത സെറ്റ് വെക്കാം. അടുത്തത് പക്ഷേ നമുക്ക് കുപ്പിവളയല്ല, അല്ലാതെ കുറച്ച് കമ്പിവളകളാണ്. തെങ്ങിനൊക്കെയാണോ കെട്ടി വെച്ചേക്കുന്നത്? എത്രയോ വർഷത്തിന് മുന്നേ ചെയ്തു വെച്ച പരിപാടിയാണെന്നറിയാം. ഇതൊന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ, തുറക്കാറേ ഇല്ല. അതുകൊണ്ട് ചേടാ എന്തൊരു കഷ്ടമെന്നതാ ഈശ്വര. ഒന്നാമത്തെ കാര്യം യെസ്, അങ്ങനെ
അങ്ങനെ സംഭവം തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ വേറെ വേറെ കെട്ടുകൾ വെച്ചിട്ട് ചെയ്തേക്കുന്നു കേട്ടോ. ആദ്യം തന്നെ ഇതിനകത്ത് വെക്കുന്നതിനേക്കാൾ മുന്നേ ഇതെല്ലാം സെപ്പറേറ്റ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് വേണം വെക്കാനായിട്ട്. ഇച്ചിരി ടൈം പിടിക്കും കേട്ടോ. അപ്പം നിങ്ങളെ ഞാൻ അങ്ങനെ ലാഗാക്കുന്നില്ല. ഞാൻ വേഗം ഈ വളയുടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പം കാണിക്കാം. അപ്പം താണ്ടെ ഞാനിവിടെ വളകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രേ വളയെ വെക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അതിൽ, കാരണം അതിനുള്ള സ്പേസേ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കി ഇതാ ഇവിടെ ഞാൻ കെട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസർ കിട്ടുമ്പോൾ അതിനകത്തേക്ക് വെക്കാം. അയ്യോ, അതിൻ്റെ ഇടയ്ക്കൂടെ വീണ്ടും പോയി. ഇത് കണ്ട നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ടല്ലേ. ഇത് കാണുമ്പോൾ തന്നെ ഒരെണ്ണെടുത്ത് കയ്യിൽ ഇടാൻ തോന്നും. മറ്റേ ഞാൻ നോക്കത്ത പോലും ഇല്ലായിരുന്നു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കമ്മലാണ്. കമ്മലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓ, ഇതിലും ഉണ്ട് കേട്ടോ വള. ഇതിൻ്റെ കണ്ണി കാണുന്നിടത്ത് എല്ലാം വളയിടും. ഓ മൈ ഗോഡ്, ഇതെല്ലാം കുരുങ്ങി കിടക്കുക. വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആ സ്റ്റിക്കർ പോലെ എല്ലാം ഉണ്ട്. കണ്ടു എങ്ങനെയുണ്ട് എൻ്റെ കമ്മൽ. ഇതിട്ടിട്ടേ ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതെല്ലാം കുരുങ്ങി കിടക്കുക. കണ്ടോ, ഇത് വെച്ചിട്ട് എനിക്ക് ചേരുമോ വള്ളിക്കമ്മൽ? വള്ളിക്കമ്മൽ ചേരുമോ എനിക്ക്? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. അതിന് വാങ്ങിച്ചത്. ഇത് ഞാൻ ഇടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനിയും വെക്കുന്നത് ആണിയൊക്കെ എവിടെ പോയോ എന്തോ. അപ്പോൾ ഇത് ഇനി ഈ ഭാഗം ഇവിടെയാണ് നമ്മൾ കമ്മൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കൊളുത്തിയിടുകയാണ് കേട്ടോ. ഇങ്ങനെ. പക്ഷെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടയൂല. ഈ കമ്മൽ നമുക്കിതിലിടാൻ പറ്റില്ല ഗൈസ്. ആനക്കമ്മലാണ്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് പറ്റുമോ? ഇതൊക്കെയാണ് കേട്ടോ, ഇത് വെക്കാൻ പറ്റേ. ശരി, എൻ്റെ കമ്മലെല്ലാം കൂടെ നിങ്ങളെ കാണിച്ച് തരണമെങ്കിൽ തന്നെ ഒരു ദിവസം പിടിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ നീട്ടുന്നില്ല വീഡിയോ. പെട്ടെന്ന് ഇടാം. വേറൊരു വീഡിയോയിൽ കമ്മലുകൾ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമ്മലെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഇത് കണ്ടോ, ഞാൻ ഓരോന്ന് ഇവിടെ ഇടാം. കമ്മലുകളെല്ലാം കൂടെ ഉള്ളൊരു കളക്ഷൻ, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ പിന്നീട് കാണിക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യട്ടെ. നല്ല ഭംഗിയില്ലേ, കുഞ്ഞ് ജിമുക്കി. അതിനുള്ളിൽ ഇതൊക്കെ എന്തിനു വാങ്ങിക്കൂട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ കാണുമ്പോൾ കമ്മലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ജിമിക്കീസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും കൂടാതെ വേറെ ഉണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട്, ശരിക്കും പറയാനാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുത്ത് കാണും. മിനിമം 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം എടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഓർണമെൻറ്റ്സ്? കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. ഇപ്പോഴും ചില ഫങ്ഷനിൽ ഇടുന്നത് കൊണ്ട് കേട്ടോ. ഇത് പിന്നെ മാലയുടെ സെക്ഷൻ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പഴയ മാലകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇപ്പം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളകൾ ഉണ്ടോ? ഡിങ് ഡിങ്. പിന്നെ ഇത് കുഞ്ഞിലെ മീൻസ് ഞാൻ എൻ്റെ UP-യിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിലൊക്കെ ആ ടൈമിലൊക്കെ ഇങ്ങനത്തെ നമുക്ക് ഓർഗനൈസറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പപ്പ കൊണ്ടുവരുന്ന ടൈമിൽ ആ ചോക്ലേറ്റ്സിൻ്റെ ടിന്നുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതിനകത്ത് ഇത് കണ്ടോ, തെർമോക്കോളാണ്. തെർമോക്കോളിൽ കളറൊക്കെ അടിച്ചിട്ട് ഞാനിങ്ങനെ ഈ സ്റ്റഡുകളൊക്കെയാണ് കണ്ടോ. ഇതൊന്നും ഇപ്പം കിട്ടാനില്ല ഇങ്ങനത്തെ കമ്മലുകളൊക്കെ. ഇങ്ങനത്തെ കാണുമായിരിക്കും, പക്ഷെ പണ്ടത്തെ മോഡലാട്ടോ. ഇതൊക്കെ ഞാൻ അന്നേ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടാ താഴെ വീരും, കാരണം എല്ലാം ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ നല്ല കമ്മലാട്ടോ ഇപ്പോഴും. ഇതൊക്കെ എത്ര വർഷം എൻ്റെ ചെറുതിലെ തൊട്ടുള്ള കമ്മലുകളാട്ടോ. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഇതിങ്ങനെ ഉണ്ട്. പിന്നെ ഇതിൽ പറ്റാത്തത് ഞാൻ ദേ ഇവിടെ വേറെ ഇതിനകത്ത് ഈ ഓർഗനൈസറിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കമ്മലൊക്കെ. അപ്പം ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം, കമ്മൽമാല, വളകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ തപ്പി അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടും, പക്ഷെ ഇത്ര മതി. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു വെച്ചതാണ്. ചില പാർക്കിലൊക്കെ ഇടാൻ കൊടുക്കും, ഫ്രണ്ട്സിനോ ഒക്കെ വേണ്ടവർക്ക് കൊടുക്കും, പിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇപ്പോൾ വീണേനെ ബൈ.